കണ്ണത്തോട് എലിമുള്ളും പ്ലാക്കൽ സാന്ദ്രകൃഷ്ണന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ? വിഷയത്തിലെ ചർച്ച തുടരുകയാണ്. ഈ കുട്ടി എങ്ങനെ ഓർക്കുന്നു? ഈ കുട്ടി ഓർക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രസവിച്ച് കൊടുത്തിട്ട് പോയപ്പോ മുതലുള്ളതാ. അന്ന് മുതൽ ഞങ്ങൾ എടുത്തോട് വളർന്ന ഒരു കുഞ്ഞാ. അത് എങ്ങനെ ഓർക്കുന്നത്, എന്റെ ഒരു സ്വന്തം അനിയത്തിയെ പോലെ ഈ കഴിഞ്ഞ ഓണത്തിനും ഞാനും എന്റെ ഹസ്ബൻഡും മോളൂടെ വീട്ടിൽ വന്ന് ഓണസദ്യ ഒരുങ്ങിയ സമയത്ത് അവളെയും വിളിച്ച് അവൾക്ക് ചോറും ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ച കൊണ്ട് രാവിലെ എന്റെ രാത്രി ആങ്ങളെ വിളിച്ച് പറയുന്നു ഉണ്ണിമായ എന്നെ പോലെ മീമോട്ടിപ്പാറ മരിച്ചു കിടക്കുന്നത്. സത്യം പറഞ്ഞ എന്താ പറയാ, നമുക്കത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു ഷോക്കോ അല്ലെങ്കിൽ നിന്നടം ഇടിഞ്ഞ് താഴോട്ട് പോയെന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിപ്പോയി അവിടെ കാര്യത്തിൽ. കാരണം ആ ഓണത്തിനും കണ്ടു, സംസാരിച്ചു, അവിടെ കഷ്ടതകൾ പറഞ്ഞായിരുന്നു. നമ്മളോട് ഇപ്പം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കി അവളെ അടിച്ചതായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അവള് പറഞ്ഞു അവക്കൊരു ജോലി, അവള് +2 കഴിഞ്ഞ് അവളെ പഠിപ്പിക്കാൻ ആരും വിട്ടില്ല. അപ്പൊ അവള് നമ്മളെ പുലരി എന്ന് പറയുന്ന മില്ല് ജോലിക്ക് പോയി കഴിഞ്ഞ് അവൾ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ അവരുടെ കൂടെപ്പുറപ്പ് റിലേഷൻ ഒരു സ്ത്രീയുണ്ട്, അവരുടെ 2 മക്കള്. അതിൽ മൂത്ത കൊച്ചുമായിട്ട് നല്ല സഹകരണമായിരുന്നു. അവൾക്ക് ജോലി, അവരുടെ വീട്ടിൽ ഭർത്താവില്ല. അപ്പം സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങൾ തന്നെ താമസിക്കുമ്പോൾ കഷ്ടതകളൊക്കെ ഇല്ലേ. ആ ഒരു ഇത് വെച്ച് ആ കുഞ്ഞ് അവളെ അവിടെ ജോലിക്ക് കൊണ്ടുപോയി. അവളെ ജോലിക്ക് കൊണ്ടുപോയി ഒരു മാസത്തോളം പോയില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കിനും അവളെ ഉണ്ണിമായ അപേക്ഷിച്ച് നോക്കിയാൽ വലിയ ഇതൊന്നുമില്ല. ഉണ്ണിമായ നല്ല സ്മാർട്ടാ. പക്ഷെ അത് വെച്ച് അവര് കൊണ്ടുപോയെങ്കിലും അവള് മറ്റുള്ളവരോട് മിണ്ടുന്നെന്നും പറഞ്ഞ് ഇവള് വീട്ടിൽ വന്ന് ഇവരുടെ ഇപ്പം വളർത്തുന്ന ആ പുള്ളിക്കാരിയോട് പറഞ്ഞ് പ്രശ്നങ്ങളാക്കി അവളെ ജോലിക്ക് വിടാതായി. അങ്ങനെ അവളെ ജോലിക്ക് വിടാതായി. അത് കഴിഞ്ഞ് അവിടെ കൂടെ കൊണ്ടുപോയ കൊച്ചിന്റെ അമ്മയ്ക്ക് വരെ പച്ചക്കറി കട ജോലി മേടിച്ചു കൊടുത്തു. അതുവരെ എന്നോട് പറഞ്ഞു ചേച്ചി കൂടപ്പുറപ്പെന്നുള്ള രീതിയിൽ ഞാൻ അവരെ സഹായിച്ചു. പക്ഷെ അവരെന്നെ തിരിഞ്ഞ് ഇപ്പൊ ഇവളിങ്ങനെ ജോലിക്ക് പോകാതെയൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ കുഞ്ഞെ നീ ഇത്രയും പഠിച്ചില്ലേ, നിനക്കൊരു ജോലി വേണം, നീ എന്നും കൊന്ന് അവരുടെ കാശ് കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു ചേച്ചി എന്നെ വിടത്തില്ല, ഇതിന്റെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. ആ പറഞ്ഞു കഴിഞ്ഞാണ് ഇങ്ങനെ ഈ ഒരു സംഭവം അറിയുന്നത്. അപ്പൊ എന്റെ അമ്മയാണ് ഇതിനെല്ലാം കൂടുതലും എന്നെക്കാളും ഈ ഇപ്പൊ നമ്മുടെ അയലോക്കത്തുള്ളവരെക്കാളും കൂടുതൽ അറിയാവുന്ന എന്റെ അമ്മയ്ക്ക്. കാരണം എന്റെ അമ്മ ഞാൻ കല്യാണം കഴിഞ്ഞു പോയി എന്റെ അമ്മ ശരിക്കും ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിമായായിരുന്നു. എന്തൊരു മുട്ടായി അല്ലെങ്കിൽ എന്തുവേലും ഒരു സാധനം കൊണ്ടുവന്നാൽ എന്റെ അമ്മ ഉടനെ വിളിക്കും ഉണ്ണിമായ കയറി വാ. അത് കയറി വന്നാൽ അത് എളുപ്പം മേടിച്ചു ഉടനെ പോകും. അപ്പോഴേ വിളി വരും. മനുഷ്യനുമായിട്ട് സഹകരിപ്പിക്കത്തില്ല അവര്. കാരണം സഹകരിച്ചു കഴിഞ്ഞാൽ അവള് സത്യങ്ങൾ പറയും. എന്നിട്ടും അവള് ഇപ്പം ഇവിടെ ലാലെണ്ണം പറഞ്ഞ പോലെ മെനഞ്ഞാൻ ഇവര് പാർട്ടി ഇവിടെ മീറ്റിംഗ് കൂടിക്കേണ്ട സമയത്ത് പോലീസ് വന്നപ്പോ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ മോടെ പരീക്ഷ അവധിയൊക്കെ ആയതുകൊണ്ട് വന്നത്. അപ്പൊ ആ വന്ന സമയത്ത് ലീല മേഡം വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ അമ്മയോട് എന്നോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു മേഡം ഇങ്ങനെ അവൾ ഒരിക്കലും ചെയ്യത്തില്ല. ഇപ്പൊ ഇതിന് സാക്ഷികൾ ഉണ്ടെന്ന് പറയുന്നു. ഒരാള് സാക്ഷിയുണ്ട്. ഈ ഒരാള് സാക്ഷി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ അന്നേരം പോയാൽ അന്നേരം തന്നെ ചെയ്യും. പിന്നത്തേക്കിന് മാറ്റി വെക്കരുത്. കാരണം അന്നേരത്തേക്കിന് അവരുടെ മനസ്സ് മാറും. ആത്മഹത്യ ചെയ്യാൻ അവർക്ക് മീമൂട്ടിപ്പാറ വരെ പോകേണ്ട കാര്യമില്ല. അതിനിങ്ങപ്പുറം മൊത്തം കാടാ. ഒരു തുണി എടുത്തോട്ട് പോയാൽ അത് തൂങ്ങിച്ചാവാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തുവേലും ഇതുണ്ട്. ഈ കാട് അത്രയും വരെ മീമൂട്ടിപ്പാറ വരെ അവർക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെ അവൾ അവിടെ വരെ പോയെങ്കിൽ ആ മരിച്ച സമയവും ഈ സമയം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരിയും വൈരുദ്ധ്യങ്ങളുണ്ട്. അത് തന്നെ നമുക്ക് തീരുമാനിക്കാം ഇവിടെ ആത്മഹത്യ ചെയ്തതല്ല, ഇവളെ കൊന്നതാണ്. അതിലെല്ലാം ഒരിതുണ്ട്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഈ ദൈവം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവുണ്ടെന്ന് പറയുന്നു. ആ ഒരു അവസ്ഥ എന്റെ അമ്മയ്ക്കുണ്ടായി. ഉണ്ണിമായ മരിച്ച ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് മനുഷ്യൻ വിശ്വസിക്കത്തില്ലായിരിക്കും, എല്ലാരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ ദേഹത്ത് ആ കൊച്ചു കയറി. ആ കുഞ്ഞ് കയറിയപ്പോ എന്റെ അച്ഛൻ ചോദിച്ചു കുഞ്ഞ് നീ എവിടായിരുന്നു എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു അത് ആദ്യം ഒന്ന് വന്നു, അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ വന്നപ്പോ അച്ഛൻ ചോദിച്ചു മോളെ നീ എവിടായിരുന്നു ഞങ്ങൾ തിരക്കി വന്നപ്പോ. അവള് പറഞ്ഞു ആദ്യം അവള് പോയിട്ട് അവള് തിരിച്ചു കയറി വന്നു. പക്ഷെ അതിന് സാക്ഷികളില്ല, നമുക്ക് തെളിവില്ല പറയാൻ. അവള് പറഞ്ഞു ഞാൻ തിരിച്ചു വന്ന സമയത്തേക്കിന് ഈ ജയന്തി എന്ന് പറയുന്ന അവള് ചപ്പാത്തി കമ്പൗണ്ട് അടിച്ചതാന്ന് പറഞ്ഞു. ചപ്പാത്തി പരത്തുന്ന കമ്പൗണ്ട് മൂക്കിന് അടിച്ചു. അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ പറയുന്നത്. മൂക്കിന് വീണ പാട്, ഈ വീണ ക്ഷയം കൊണ്ടാണ് അവള് മരിച്ചതെന്ന്. ചപ്പാത്തി പലം കൊണ്ട് മൂക്കിന് അടിച്ചാണ് അവള് ബോധം കെട്ടത്. ഇവര് തിരക്കി തരുന്ന സമയത്ത് ഇവര് വഴി തിരിച്ചു വിട്ടപ്പോൾ ഇവള് കട്ടിലിന്റെ കീഴിലുണ്ടെന്ന് പറഞ്ഞു. ആ കുഞ്ഞിന്റെ ആത്മാവ് പറഞ്ഞ കാര്യം, നമ്മൾ പറഞ്ഞ കാര്യമില്ല. നമ്മൾ വിശ്വസിച്ച ആൾക്കാർ വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ ലീലാ മേഡത്തിനോട് പറഞ്ഞു മേഡം ഇങ്ങനെ ഒരു സംഭവം, പക്ഷെ ഞങ്ങൾക്ക് അത് റെക്കോർഡ്, ഞാനിവിടെ ഇല്ല, എന്റെ ആങ്ങളെ ഉണ്ടായിരുന്നു, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കത് തെളിവായിരുന്നു, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞു. ആ സമയം ഇവളെ അടിച്ച് കട്ടിന്റെ കീഴിൽ വെച്ചിരിക്കുമായിരുന്നു. ബോധം പോയി, പക്ഷെ പുള്ളി മരിച്ചില്ല. അത് കഴിഞ്ഞാണ് ഈ അന്വേഷണം ഇവര് തിരക്കി കഴിഞ്ഞാണ് പിന്നെ ഇവര് കൊണ്ട്
ഈ സ്ഥലത്ത് കൊണ്ട് കളയുന്നത്. ഇപ്പൊ പറഞ്ഞ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തി അതിന് മുന്നേ അവിടെ പോയി. എന്തായാലും നമ്മൾ തോട്ടി കാല് കഴുകാൻ പോകുമ്പോ സ്വാഭാവികമായിട്ട് വെള്ളം കോരി തന്നെ കഴിവത്തില്ല. ഇരുട്ടാകുമ്പോൾ നമുക്ക് നോക്കും വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ അകത്ത് എന്തെങ്കിലും കിടക്കുന്നുണ്ടോ നമ്മൾ നോക്കും. അപ്പൊ ഇതുകൂടാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ലൈറ്റ് അടിച്ച് നോക്കും. അന്നേരം കാണാത്ത ബോഡി പിന്നാണ് കാണുന്നത്. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ടും നമുക്ക് വിശ്വസിക്കാനുള്ള കാര്യം ഇത് ആത്മഹത്യയല്ല, അവളെ കൊന്നതാണ്. കാരണം ഈ ജയന്തി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ രണ്ടാമതൊരു ഭർത്താവ് വലിയ പ്രായമില്ലാത്തൊരു ചെറുക്കനാണ്. ഉണ്ണിമായ എന്ന് പറഞ്ഞാൽ അവൾക്ക് 10-18 വയസ്സേ ഉള്ളൂ. പോയാലും അവർ ജീവിക്കും. അപ്പൊ ഇവക്ക് രണ്ടാമതും ഭർത്താവില്ലാതായി പോകുന്നുള്ള ആ ഒരു ചിന്ത ലീലാ മേഡത്തിനോടും ഞങ്ങൾ അത് പറഞ്ഞു. മേഡം ഇന്ന പോലെ അങ്ങനെ ശരി ഇനി വരുവാണെങ്കിൽ മൂന്നാമതൊരു ഭർത്താവോട് വരേണ്ട ഒരു ആ ഒരു ഇതായി പോകുന്നുള്ള ചിന്തയെ ലീലാ മേഡത്തിനോട് ഞങ്ങൾ അത് പറഞ്ഞു. മേഡം ഇന്ന പോലെ ഈ പുള്ളിക്ക് അങ്ങനെ ഒരു ചെയ്ത്. പക്ഷെ ഞാൻ പറയുന്ന ഈ കേസ് എല്ലാ കേസുകളും പോലെ തേച്ചു മാഞ്ഞു പോകാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റരുത്. കാരണം ഇത് അങ്ങേ അറ്റം കൊണ്ട് എത്തിച്ചിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്യുന്ന ഒരു നുണപരിശോധന അത് നടത്തണം. അത് നടത്തിയാൽ ഇതിന്റെ സത്യം തെളിയും. സത്യം തെളിയെന്ന് പറഞ്ഞാൽ ജയന്തി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും വന്ന തെറ്റാണ്. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതേ ഞങ്ങൾ പറയാനുള്ളൂ. അത് അവരുടെ പൊടിക്കൊച്ചിനറിയാം. പൊടിക്കൊച്ചുങ്ങളെ ആരെയും അങ്ങനെ മൂത്ത ചെറുക്കനറിയാം. പക്ഷെ അതിനെ കൊണ്ടൊന്നും നമ്മൾ പറയിപ്പിക്കും. ഞാൻ മാഡത്തിനോട് പറഞ്ഞു, മാഡം ആ മൂത്ത ചെറുക്കനെ ഒന്ന് നമ്മളൊന്ന് ചോദ്യം ചെയ്താൽ പറയും. പക്ഷെ അവർക്ക് അതിന് റൂളില്ല. കൊച്ചുകുട്ടികളെ ചോദ്യം ചെയ്യാനൊരു റൂളില്ല. അതുപോലെ ഈ വീട്ടുകാർ സമ്മതിക്കത്തുമില്ല. അങ്ങനെ അതുകൊണ്ടാണ്. പക്ഷെ ഈ ഏറ്റവും അവസാന ഘട്ടം വരെ പോകണം. അവസാന ഘട്ടം പോയി നുണപരിശോധന ചെയ്താൽ ഈ സത്യം പുറത്തു വരും. വരുന്നത് മാത്രമല്ല ഇതിന് ശിക്ഷിക്കപ്പെടണം. അവിടെ അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു, എന്റെ മക്കളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കുമെന്ന്. അപ്പൊ തെറ്റില്ലാതെ ഒരു മനുഷ്യനും പറയത്തില്ലല്ലോ. അവരുടെ മക്കളുടെ ഭാഗത്ത് തെറ്റില്ലാതെ ഒരു മനുഷ്യനും പറയത്തില്ല എന്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കുമെന്ന് പറയാം. അപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്താൽ അനുഭവിച്ചേ പറ്റൂ. തെറ്റ് ചെയ്താൽ മനുഷ്യൻ അനുഭവിക്കണം. ഞാൻ അത്രയ്ക്ക് കാര്യമായിട്ട് ഞാനെന്നല്ല, എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും എല്ലാം ആങ്ങളെ വരെ ആ കുഞ്ഞിനെ അത്രയും സ്നേഹിച്ചതാ. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഈ കേസ് തെളിയണം. അല്ലാതെ തേച്ച് മാഞ്ഞു പോകരുത്. ഞങ്ങള് അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ മീറ്റിംഗ് വെക്കും. മാസത്തിലും ആഴ്ചയിലും ഒക്കെ വെക്കും. ആളുകളുടെ പിള്ളേരുടെയൊക്കെ. അപ്പൊ 1-2 പ്രാവശ്യമൊക്കെ ഇതിനെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ വിടത്തില്ല. വിടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് അതിന്റെ മനസ്സിനുള്ള വിഷമതകളും ഒക്കെ നമ്മളോട് തുറന്നു പറയും. ആ തുറന്നു പറയുന്ന കാര്യങ്ങൾ അറിയുമെന്ന് ഇവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് പിന്നീട് അവർ വിടത്തില്ല. ഒരു കാര്യത്തിനും നമ്മളിപ്പം 4 പേര് കൂടുന്നിടത്തതിനെ സഹകരിക്കാൻ വിടുകയില്ല. വിട്ടുകഴിഞ്ഞാല് അതിന്റെ മനസ്സിലെ കാര്യങ്ങൾ അത് തുറന്നു പറയും, നാട്ടുകാരറിയും. അപ്പൊ ഈ സാഹചര്യങ്ങളൊന്നും ഒന്ന് ഒഴിവായി കിട്ടും. അതിനെ വിടത്തില്ല. അങ്ങനെ ഞാനെന്ന് പറഞ്ഞാല് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാന് എന്റെ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അതിനെ സ്നേഹിക്കുകയും ഞങ്ങളുടെ വീട് ഇതിന്റെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അങ്ങ് മേളിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങള് അതിനെ കുഞ്ഞിലെ മുതലേ ഞങ്ങൾ കാണുന്നതാ. അതിന് പ്രത്യേകിച്ച് അതിന് സ്വഭാവദൂഷ്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു കുഞ്ഞായിരുന്നു. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് ആത്മഹത്യ അല്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇത് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള അവരുടെ വീട്ടിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഇത് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടലുണ്ടായിരുന്നു? ഇല്ല, ചോദ്യം ചെയ്യാനെ കൊണ്ട് ആരെയും കൊണ്ട് നമ്മുടെ അടുത്തോട്ട് കൂടുതൽ അതിനെ സഹകരിക്കാൻ വിടത്തില്ല. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞു. നമുക്കൊരു മീറ്റിംഗ് വെച്ചാൽ തന്നെ അതിനെ വിടത്തില്ല. വിട്ടുകഴിഞ്ഞാൽ അതിന്റെ മനസ്സിലെ കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയുമ്പോഴേ അതിന് തോന്നുന്നു ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അല്ലേ ജീവിതം ആ വീട്ടിൽ തന്നെയല്ലേ. അതുകൊണ്ട് അത് തുറന്നു പറയത്തില്ല. അതാണ് അതിനകത്ത് വന്ന വലിയൊരു അപാകത എന്ന് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 പേരെ അറിയും. നമ്മൾ അതിനകത്തിൽ ഇടപെടും. അപ്പൊ നമുക്ക് അതിനകത്തിലെ ഒത്തിരി നമുക്ക് ഇതിനകത്തില് ഇടപെട്ട് അതിനെ ചോദ്യം ചെയ്യാനെ കൊണ്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നേനെ. പക്ഷെ അതൊന്നും മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിനകത്ത് തൃപ്തികരമാണെന്ന് തോന്നുന്നില്ല. എനിക്ക് ഈ സാന്ദ്രകൃഷ്ണയുടെ കാര്യത്തിൽ ഭയങ്കര വിഷമമുള്ള ഒരാളാണ്. ഞാനിത് ഈ സംഭവം അറിഞ്ഞ അറിയുമായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു കുട്ടിയായിരുന്നു കുട്ടി. ഒന്നാമത് ആ കുട്ടിയുടെ വളർത്തമ്മ എന്ന് പറയുന്ന ആള് പ്രസവിക്കുന്ന സമയം മുതൽ പ്രസവിച്ച് വീണപ്പം മുതൽ കണ്ട ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. ആശുപത്രി വെച്ച് തന്നെ എന്റെ ഈ മകള് പ്രസവിച്ച് കിടക്കുന്ന സമയമാണ് ഇവരുടെ പ്രസവം അവിടെ നടക്കുന്നത്. അന്നേരം മുതൽ ഈ കുട്ടിയെ കാണുന്നു. ഇവിടെ വന്നു, ഇത് വളർന്നു, ഇത്രയും വലുതായി. ഇതുപോലെ നല്ല സൽസ്വഭാവമുള്ള ഒരു പെൺകുട്ടി ഇരുമുള്ളിൽ പറയാൻ ആരുമില്ല. ആ അമ്മ എവിടെയാണെന്നോ? ആ അമ്മ മരിച്ചുപോയി. ആ പ്രസവിച്ച അമ്മ ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അവരെ അറിയായിരുന്നു. അവിടെ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് ഈ കുട്ടിയെ ഇവർ കൊണ്ടിരുന്നതും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ താമസമാക്കുന്നതും ഒക്കെ വലിയ വിഷയമൊക്കെ ആയിരുന്നത്. അങ്ങനെ എന്തായാലും ആ കുഞ്ഞിനെ ആ തള്ള മരിച്ചു കഴിഞ്ഞിട്ട് ഈ അമ്മയുടെ അനിയത്തിയാണ് ഈ ജഗത എന്ന് പറയുന്നത്. അവിടെയാണ് അതിന് ശാരീരികമായും മാനസികമായിട്ടും കൂടുതൽ
ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഈ സാന്ദ്രാകൃഷ്ണൻ എന്ന് പറയുന്നത്. പക്ഷെ ആ കുട്ടിക്ക് ഭക്ഷണം പോലും 3 ദിവസമായി അതിന്റെ ആമാശയത്തിൽ ഭക്ഷണം അന്നദാനം ചെന്നിട്ടെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അതിൽ പറയുന്നത് ആഹാരം പോലും അവർ കൊടുക്കാതെ പട്ടിണിക്കിടുമായിരുന്നു. അത് ആ വീട്ടിലെ സകല ജോലികളും അതായിരുന്നു ചെയ്യുന്നത്. തുണി നനയ്ക്കുന്നതും വെള്ളം കോരുന്നതും. പല പ്രാവശ്യം ഞാൻ എന്റെ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് കൊണ്ടുവിടാൻ അംഗൻവാടി കൊണ്ടുവിടാൻ വരുമ്പോഴൊക്കെ ഇല്ല പൈപ്പിന്റെ ചുട്ടി കാണും. ഞാൻ ചോദിക്കും, നിനക്കിതേ ഉള്ള കുഞ്ഞു ജോലി? എനിക്കിത് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നീ ഒരു ജവളിക്കടയിലെങ്ങാനും പോയി നിന്ന് നിന്റെ ചെലവിനുള്ള നീ ഉണ്ടാക്ക്, അത് എന്നെ ഇവിടെ ചെലമേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കടയുടെ ഇത് വല്ലതും പറഞ്ഞു കൊടുത്തിട്ട് ആ കടയുടെ ഉടമസ്ഥനെ കണ്ടു. ഞാൻ പറയണ മോനെ, ഒരു പെൺകുട്ടിയെ ഞാൻ പറഞ്ഞു ഇവിടെ, അതിന് ജോലി കൊടുക്കണം അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അതുമംഗലത്തുള്ളവരാണ് യൂണിയൻ കട എന്ന് പറയും, തണ്ണിത്തോട്ടിൽ. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞ ഇതുപോലൊരു കൊച്ചുണ്ട്, അതിനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു. കുറച്ചു ദിവസം അതിനെ അവിടെ കൊണ്ട് അത് പോയി ആ ശമ്പളം കിട്ടി. അതിന്റെ പൈസ കിട്ടിയപ്പോഴേ അത് 2 ചെരുപ്പ് എന്റെ മോന് കടയുണ്ട്, കടയിൽ വന്ന് 2 ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ ചെരുപ്പ് അവിടെ ഈ ജഗതയുടെ മരുമോനും ഈ ജഗതയുടെ മോളും കൂടെ കൂടി അത് അറുത്ത് കീറി. നീ ഇപ്പൊ ചെരുപ്പ് വാങ്ങിക്കാൻ പോയായിരുന്നു എന്നും പറഞ്ഞ് അറുത്ത് കീറി ഇതം കളഞ്ഞ. അതിനെ ഇടിയിച്ചില്ല ആ ചെരുപ്പ്. അതുപോലെ അതിനെ ഒരുപാട് പീഡനങ്ങൾ ചെയ്തിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. നല്ല വസ്ത്രം അതിന് കൊടുക്കത്തില്ലായിരുന്നു. നാട്ടുകാരൊക്കെ തന്നെ അയൽവക്കക്കാരൊക്കെ നല്ല ഡ്രസ്സ് കൊടുത്താൽ അതൊന്നും കൊടുക്കത്തില്ല. അത് മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ഡ്രസ്സുകൾ മൊത്തം അതിനെ ചുട്ടുകരിച്ച് കളയുമായിരുന്നു, അതിന്റെ ഡ്രസ്സുകളെല്ലാം. എന്നിട്ട് പിന്നെ ഈ കൊച്ചു ഉള്ള വിറവും വെള്ളവും എല്ലാം ചുമ്മിക്കൊണ്ടെന്നാലും അതിന് അടി മാത്രമേ ഉള്ളൂ കൊടുക്കുന്നത്. ഈ ജഗതയുടെ മോളെന്ന് പറയുന്നത് അത് ആദ്യം തന്തയുടെ അനിയന്റെ മോന്റെ കൂടെ ആയിരുന്നു ഇവള്. അച്ഛന്റെ ചേട്ടന്റെ മോന്റെ കൂടെ ആയിരുന്നു താമസം, ആങ്ങളയുടെ കൂടെ. ആങ്ങളയാണല്ലോ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മോൻ എന്ന് പറയും. അവന് അവിടെ പിന്നെ അമ്മാച്ചന്റെ മോളെയും കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത് ആ ബന്ധത്തിൽ തന്നെയുള്ളവനാണ് ആ വകയിലൊരു ചെറുക്കനുമുണ്ട്. അപ്പൊ ആ രണ്ടാമത്തെ ബന്ധത്തിലും ഒരു കുട്ടിയുണ്ട്. അത് കഴിഞ്ഞാണ് ഇപ്പൊ ഈ ചെറുക്കൻ വന്ന് താമസവും. അപ്പൊ ആ ചെറുക്കൻ ഇനി ഇവളെ അടിച്ചോണ്ട് പോകും എന്നുള്ള ഒരു മാനസിക പ്രയാസം ഈ പെണ്ണിനും തള്ളയ്ക്കും ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും ഈ കൊച്ചിനെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നാട്ടുകാർക്കും അറിയാൻ വയ്യാതെ വലുതായിട്ട് അറിയത്തില്ല. ഇത് ഈ പ്രശ്നങ്ങൾ പറയാൻ അതിന് പേടിയായിരുന്നു. കാരണം അതിനെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ ശാരീരികമായിട്ട് ശരിക്കും അവര് പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു, ഉപദ്രവങ്ങളായിരുന്നു. ആ മരുമോനെ ഉപദ്രവിക്കുമായിരുന്നു. ആ മരുമോനെ അവളെ പല പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം ഇവിടെ ഈ പൈപ്പിന്റെ ചുട്ടിരിക്കുമ്പോഴാണ് എന്നോട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇനി ഇവിടെ നിൽക്കുന്നുണ്ട്, ഇന്ന് എനിക്ക് കോളാണെന്ന് പറഞ്ഞു. ഇതങ്ങ് പിന്നെ ഞാൻ അതിനോടൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടാലും ഞാൻ അവിടെ പോവാൻ അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോവാന്ന് പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. ഇതിനെ എന്തിനാ നമ്മൾ തല്ലിക്കുന്നതെന്ന് ഓർത്തു. അപ്പൊ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്നായാലും ഭയങ്കര വീഴ്ചകളാണ് ഈ കേസിൽ വന്നിട്ടുള്ളത്. ഈ ലീലാമ്മ മാഡം വന്ന് ഞങ്ങളവിടെ വേറൊരു പ്രശ്നവുമായിട്ട് അവിടെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ലീലാമ്മ മാഡത്തിനോട് പറഞ്ഞില്ല, മാഡം നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം ഒതുക്കിയതെങ്കിൽ നാട്ടുകാർ ഇതിനെ വെളിയിൽ ഈ പ്രശ്നം വെളിയിൽ കൊണ്ടുവരും, നിങ്ങൾ തന്നെ ഇത് സാക്ഷ്യം വഹിക്കേണ്ടി വരും ഇതിനെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങൾ നാട്ടുകാരെ നിൽക്കത്തില്ല, ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണെന്ന് ഞങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞു അവിടെ വെച്ച്. അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ കണ്ടോന്ന്. ഞങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു 50-60 അടി പൊക്കമുള്ള പാറയാണത്. ആ പാറയിൽ വീണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ അതിന്റെ തലയൊക്കെ ഉണ്ടോന്നാ ചോദിച്ചത്. ഫസ്റ്റിലെ ചോദിക്കുന്നത് ആ കുട്ടിയുടെ കാലും കൈയും തലയൊക്കെ ഉണ്ടോ, ചാക്കി വാരി കെട്ടിക്കൊണ്ടാന്നാ വന്നതെന്നാ ചോദിച്ചു. ഞാൻ അന്ന് ആശുപത്രിയിലാണ് എന്റെ കുഞ്ഞിനെയും കൊണ്ട്. ചോദിച്ചുണ്ടെങ്കിൽ എന്റെ മോൻ പറഞ്ഞു അതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഫോണിനകത്തൊക്കെ ഇത് വന്നായിരുന്നു, നെറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നെറ്റിൽ കൂടെ കാണുമ്പോൾ അതിന് യാതൊരു കുഴപ്പമില്ല, നമ്മൾ കൊണ്ട് ഇട്ടേക്കുന്ന രീതിയിലാണ് അത് കിടക്കുന്നത്. സാധാരണ ആ പാറയുടെ മണ്ടയ്ക്ക് ഒന്ന് ആദ്യത്തെ തട്ടിൽ വരുമ്പോഴേ ജീവനും പോകും, തലയെല്ലാം പൊട്ടിച്ചേറും, കാലും കൈ ഒടിഞ്ഞ് ചിന്ന ഭിന്നമായി പോകും. ചാക്കിനകത്ത് വാരിക്കെട്ടുവേ ഉള്ളൂ പിന്നത്തെ അതിന്റെ കാര്യങ്ങൾ. ആ രീതിയിൽ വരേണ്ട ഒരു പാറയുടെ അടിവശത്ത് 2ാമത്തെ തട്ടിലാണ് ഈ കുഞ്ഞ് വന്ന് കിടക്കുന്നത്. അവിടെ വീണാലെ കുഞ്ഞിന്റെ അവയവങ്ങളും അതിന്റെ തലയോട്ടി പോലും ചെതറിപ്പോകുന്ന ഒരു ഇതാ വേണ്ടി. അവിടെ അതിന് യാതൊരു മുറിവോ ചതവോ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കാര്യം ഞാൻ പറയുകയാണ്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നാട്ടുകാരൊന്നടങ്കം നിന്നായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകളെ നമുക്ക് നേരിൽ കൊണ്ടുവന്ന് ഈ കൊച്ചിന്റെ കാര്യത്തിന് ഇത് സത്യം തെളിയിക്കണം. ഇതിന്റെ കാര്യങ്ങള് ഇതിനെ വളർത്തമ്മയെന്ന് അവകാശപ്പെടുന്നവരുണ്ട്, അവരെ ചോദ്യം ചെയ്യണം. അവരുടെ ബന്ധുക്കളെ ചോദ്യം ചെയ്യണം. അങ്ങനെ അവരുടെ അയൽവക്കക്കാരെയൊക്കെ ചോദ്യം ചെയ്തു വരുമ്പോൾ ഈ കേസ് തെളിഞ്ഞിരിക്കും. ഇതാണ് എന്റെ വിശ്വാസം. ഇതിനായിട്ട് ഞാൻ എവിടെ എന്തിനു വിളിച്ചാലും ഞാൻ ഇതിനെ മുൻബന്ധിരിക്കുകയും ചെയ്യും.
ചന്ദ്രകൃഷ്ണ എന്ന കുട്ടി നിഷ്കളങ്ക സ്വഭാവമുള്ള ഒരു പെൺകുഞ്ഞായിരുന്നു. ഒരു വീട്ടിലെ എല്ലാ ജോലികളും അത് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇതുവഴി പോകുന്ന ഉടനെ അല്ലെ ചേച്ചി എന്താ ചോറ് എന്തോ അല്ലെ അമ്മ എന്തോ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ച് ചിരിച്ചു പറഞ്ഞിട്ട് പോകത്തേ ഉള്ളായിരുന്നു. ഒരു കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് പറയുന്നില്ല. കാരണം അവരുടെ വളർത്തമ്മയെ ഭയന്നിട്ടായിരിക്കാം. അഥവാ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടനെ ഇവരെങ്ങനെയും അറിഞ്ഞാൽ ഞങ്ങളെ ഒന്നടങ്ങൻ അസഭ്യ വാക്കുകൾ പറയും. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം കോരുന്നത്. അപ്പൊ ഈ സംഭവം നടത്തി പിന്നെ നാട്ടുകാരായാലും എല്ലാ ആൾക്കാരും തന്നെ പറഞ്ഞു ഈ ക്രൂരകൃത്യം ചെയ്തതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് വെള്ളം കോരിക്കരുതെന്ന്. അങ്ങനെ ഞങ്ങൾ എന്റെ ഭർത്താവ് ഫോണിൽ കൂടെ ഇതിന്റെ മരുമോനെ വിളിച്ചു പറഞ്ഞു. അതായത് ഈ മരിച്ച കുട്ടിയുടെ ജ്യേഷ്ഠനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഈ നാട്ടുകാരായാലും പോലീസുകാരായാലും എത്ര ആക്ഷൻ കൌൺസിലുകാർ വന്നാലും എന്നെ ഒന്നും ചെയ്യാനില്ല, അതൊരു ഭാഷയാണ് പറഞ്ഞത്, നമുക്ക് ഇതിനകത്തൂടെ പറയാൻ കൊള്ളത്തില്ല. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് അത് തെറ്റ് ചെയ്താൽ തന്നെയും അത് ആരും ഒന്നും ചെയ്യാനില്ല, അത് തെളിയിക്കത്തില്ല. പോലീസിന്റെ ഒരുപാട് അനാസ്ഥകളുണ്ട്. കാരണം 1-2 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് വീണ്ടും ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചതിന്റെ കാരണങ്ങൾ മുന്നോട്ട് വന്നപ്പോഴാണ് അവര് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞ ദിവസം വന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നതൊക്കെ അവരുടെ വീട്ടുകാരെ ഈ പോലീസുകാര് എന്ന് പറയുന്ന ആൾക്കാര് അവരെ ഒരു കാര്യതരത്തിലും ഒന്നും തരത്തിലും ചെന്നൊന്നും വിരട്ടി ചോദിച്ചിട്ടില്ല. ഈ അയലോകത്ത് കിടന്നുള്ള എന്തോ പേരിന് മാത്രം ചോദിച്ചു. അതായത് എന്റെ മോൻ ഒരു മാധ്യമ പ്രവർത്തകനാണ്, അവന് ഇതിനെ മുന്നേ നിൽക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ ഒരുപാട് അസഭ്യ വാക്കുകൾ പറയുന്നുണ്ട്. ഈ ചാനലുകാർ വന്നിട്ട് പോകുമ്പോഴും പത്രക്കാർ വന്നിട്ട് പോകുമ്പോഴും ഞങ്ങളെ ഇവരെ അസഭ്യ വാക്കുകൾ പുലമ്പുന്നുണ്ട്. അത് നമ്മൾ ഈ പെൺകുഞ്ഞും അതായിരിക്കും ഭയന്നത്. കാരണം എന്തെങ്കിലും വീട്ടിൽ നടന്നാൽ ഞങ്ങളെ ഇവർ ചീത്ത പറയും. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വീട്ടിലെ പീഡനങ്ങളെല്ലാം നടന്നിട്ട് തന്നെ പോലും ഈ കുഞ്ഞ് പറയുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു ചിലപ്പം കടയിൽ പോകുന്ന അല്ലെ ചേച്ചി വരുന്നോ എന്ന് ചോദിക്കും. ചിരിച്ചു പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പോകും വരും. പക്ഷെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇത് പറയത്തില്ല. ഇതിന്റെ ഇടയ്ക്കൊന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല എന്നാൽ തന്നെ പറയുന്നു ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഈ ജ്യേഷ്ഠനത് ചോദിച്ചു ഇത് എവിടുന്ന് വാങ്ങിച്ചു, നിനക്ക് ഈ 200 രൂപ ആര് തന്നു എന്നും പറഞ്ഞത് പറഞ്ഞില്ല. ഈ കുഞ്ഞു പറഞ്ഞില്ല ഈ ചെരുപ്പ് എവിടുന്നാണെന്നൊന്നും എന്നും പറഞ്ഞില്ല, ഭയന്നിട്ടായിരിക്കും. എന്നിട്ട് ആ ജ്യേഷ്ഠനത് വലിച്ചു കീറി അത് തുണ്ടം കളഞ്ഞു. ഇത്രയൊക്കെ ഉള്ളത്. അത് ഒരു ആത്മഹത്യ ചെയ്യത്തില്ല. അത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അതിനില്ല. കാരണം അത്ര നിഷ്കളങ്ക സ്വഭാവമാണ്. എല്ലാരോടും ചിരിച്ചും പറഞ്ഞു നടക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഇത് ഒരു കൊലപാതകമായിരിക്കണം. കാരണം ഇത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത അതിന് ഉൾക്കാട്ടി കയറത്തില്ല. നമ്മൾ പകുതി വരെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ ആ ഭീകര അന്തരീക്ഷം കണ്ടിട്ട് നമ്മൾ മടങ്ങി പോരുകത്തേ ഉള്ളൂ. അപ്പൊ ഇത് എന്താണ് കാരണം എന്നുള്ള തെളിഞ്ഞു കിട്ടണമെന്ന് ഞങ്ങൾ ഈ നല്ലവരായ നാട്ടുകാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഉണ്ണിമായ എന്റെ ഒരു മോളെ പോലായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ നല്ലതായിട്ട് സ്നേഹിക്കുകയും എന്തൊരു സാധനം എടുത്താലും ഞാൻ കൊടുക്കുകയും വാങ്ങിക്കുകയും എന്റെ വീട്ടിൽ എപ്പോഴും വരികയും എല്ലാം ചെയ്യുന്ന ഒരു കുഞ്ഞായിരുന്നു. പക്ഷെ ഈ പോകുന്നതിലൊന്നും ഞങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ല. എന്നെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. എനിക്ക് വലിയൊരു സങ്കടമാകും. എന്റെ കുഞ്ഞിനെ കാണാതെ പോയി, പിന്നെ അറിയുന്നു മരിച്ചു എന്നറിയുന്നു. ഇതിനെ കൊന്നത് തന്നെയാ, അല്ലാതെ മറ്റൊന്നും അവളെങ്ങനെ തന്നെ മരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും അവിടെ പക്കലില്ല. ഒരു നല്ലൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് കീഴിൽ അതുപോലത്തെ ഒരു കുഞ്ഞിനെ ഈ എലുള്ളിൽ കിട്ടാൻ പാടാ. വിളിച്ചാൽ എല്ലാം തീർത്ത് വിളിക്കത്തുമില്ല. ഇപ്പോഴും പറയാൻ പറഞ്ഞ സങ്കടമുണ്ട് ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ. എന്റെ കുഞ്ഞ് എന്തോ പറ്റി, അല്ലെങ്കിൽ ഇവക്ക് എന്ത് വന്നു, അല്ലെങ്കിൽ ഇവളെല്ലാം ഒരു വാക്ക് പറഞ്ഞിട്ടുമില്ല. ആദ്യമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ വന്ന് എന്നോട് പറയുമായിരുന്നു. പിന്നെ ഇവര് ഭീഷണിപ്പെടുത്തിയാണോ എന്തോ ഒരു കാര്യങ്ങളും ഞങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവള് ഞങ്ങൾ 41 അമ്പലത്തിൽ പോയി വന്നപ്പോ എന്നോട് പറഞ്ഞു, പൊന്നുമജി എനിക്ക് വയ്യ, എനിക്ക് ശാലവും വയ്യ, എനിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഞാൻ പരമാവധി ഇതായി എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു എന്തു അടിയെന്ന് ചോദിച്ചോ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ നിനക്കാരുമില്ല, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അത്രമേ ഞാൻ പറഞ്ഞു. പിന്നത്തെ എനിക്കറിയത്തില്ല ഈ കുഞ്ഞിന്റെ എന്തൊക്കെയാ പറഞ്ഞ് എടുത്തേ എന്തൊക്കെയാണെന്ന്. ഇനി നിങ്ങളുടെ ആവശ്യം എന്താണ്? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ കുഞ്ഞിനെ എന്ത് പറ്റി, ഈ കുഞ്ഞിനെ ആര് കൊന്നു, അതാണ് ഞങ്ങൾക്ക് തെളിയേണ്ടത്. അതാ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടും തെളിയേണ്ടത്. അല്ല വേറൊന്നുമല്ല. ഈ കുഞ്ഞിനെന്താ പറ്റിയത്, ഇവളെ ആര് കൊന്നു, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഉണ്ണിമായ എന്ന് പറയുന്ന കുട്ടി ഞങ്ങൾ നല്ല സഹകരണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു മോളെ പോലെ ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് വീട്ടിലായിരുന്നു വന്ന് വെള്ളം കോരിക്കൊണ്ട് പോവുകയും എടുക്കുകയും എല്ലാം ചെയ്യും. ആ വരുമ്പോഴെല്ലാം വിളിക്കും, ശ്യാമളയമ്മ ഒന്ന് വിളിക്കുകയും എല്ലാം ചെയ്യും. ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്റെ ചേട്ടൻ ഇവിടെ ഉണ്ട്, അപ്പൊ കുപ്പാച്ചോ ശ്യാമളയമ്മ ഇവിടെ ഇല്ലയോ, അല്ലെ ചോറ് ബന്ധം അങ്ങനെയൊക്കെ ചോദിക്കും. നല്ല സഹകരണം. എന്റെ മോൾ അത്രയും പറ്റത്തില്ല.
അതേപോലാണ് ആ കുഞ്ഞിന്റെ സ്വഭാവം. ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്തത് പറഞ്ഞു പറ്റാൻ വയ്യാത്ത എന്തോ നല്ല സ്വഭാവമുള്ള ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞ്. അപ്പൊ നേരത്തെ പറയുമായിരുന്നു ഇതുപോലെ വീട്ടിൽ വഴക്കാ, ശ്യാമളാമ്മ എനിക്ക് വയ്യ, വഴക്കാ എന്നൊക്കെ പറയുമായിരുന്നു. അന്നേരം ഞാൻ പറയും കുഞ്ഞ് പോട്ടെ, നീ അങ്ങനെയും അങ്ങ് വീര നിന്റെ ഇതാന്നേരം പറഞ്ഞു, ഓ എനിക്ക് വയ്യ, എന്നെ അങ്ങ് അടിക്കുകയും എല്ലാരും അങ്ങ് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ അങ്ങ് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങ് വയ്യ എന്ന് പറയാം. എന്നിട്ട് വേറെ വന്നേരം അവരുടെ വീട്ടിലെ തുണികളാണേലും രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തെ അവരുടെ വീട്ടിലെ തേച്ച് മഴക്കാണേലും ജോലികളും എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കുടിക്കാൻ വെള്ളം കോരാൻ വരും. അന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കും എന്തോ ആയി, ആ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനിയും കുടിക്കാൻ വെള്ളം മാത്രം മതി, ഇനിയും ഉച്ചക്കലത്തേക്ക് വെക്കണം, അല്ലെ ഇനി തുണി ആ വീട്ടിലെ തുണി ഒരു പതിയന്മാരെങ്ങനെ തുണി വാരി കെട്ടിക്കൊണ്ട് പോകുന്നത് അതേപോലെ ഈ തോട്ടിൽ കൊണ്ടിട്ട് തുണി കഴുകുന്നത്. ആ തുണി കഴുകും, എത്രയും നേരം കഴുകുന്ന അത്രയും നേരം സമയം അവിടെ ഇരുന്ന് കഴുകും. ആ കഴുകി കഴിഞ്ഞ് ഉടനെ പോകുന്നത്. ഞാൻ ചോദിച്ചോട്ട് ഇച്ചിരി കഴിഞ്ഞ് പോയാൻ പറ്റത്തില്ല, എനിക്ക് അല്ല പോലീസുകാരുടെ മുറ പോലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് എങ്ങും പോയി ഒന്നും ഇരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അവർക്ക് സമയമുണ്ട് ശ്യാമളയമ്മ, ആ സമയത്തിനുള്ളിൽ അത് കഴിഞ്ഞു എന്നാൽ അവർ ചോദ്യം ചെയ്യും, നീ ഇത്ര നേരം എവിടെ ആയിരുന്നു, നീ എന്തോ എടുക്കുമായിരുന്നു അന്ന് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞു. ആ സരസെന്ന് പറയുന്ന അമ്മ നല്ല പൊന്നുപോലെ വളർത്തി കൊണ്ടുവന്ന നല്ല രീതിയിൽ അതിനെ വളർത്തി കൊണ്ടുവരികയും എടുക്കുകയും എല്ലാം ചെയ്ത. അത് കഴിഞ്ഞ് ആ സരസ മരിച്ചു കഴിഞ്ഞ ശേഷം ഈ വളർത്തമ്മയുടെ കൈ കൊടുത്ത അന്ന് തൊട്ട് ഈ കുഞ്ഞിന് അന്ധകാരത്തിന്റെ നടുവ. പിന്നെ പറഞ്ഞ ഈ ജഗതയെന്ന് പറയുന്ന ഭർത്താവ് ഈ കുഞ്ഞിനോട് നല്ല സഹകരണമായിരുന്നു. ആ കക്ഷി അങ്ങ് മരിച്ചു കഴിഞ്ഞാണ് പുള്ളിക്ക് പിന്നെ അതിലങ്ങ് അന്ധകാരമായി കുഞ്ഞ്. പിന്നെ വീട്ടു ജോലികളായാലും +2 വരെ പഠിച്ചു. അത് എങ്ങും ഒരു വീട്ടിൽ വിടത്തില്ല. അതിനെ വിളിക്കുന്നത് എന്തോ അമ്മയും മോളും വിളിക്കുന്നതോ തിരിച്ച് ഓരോ മോളേന്നോ അല്ലെ കൊച്ചെന്ന് വല്ലപ്പോഴും എങ്ങാണോ ഒന്ന് വിളിക്കത്തുള്ളൂ. മറ്റു ഭാഷയല്ല അതിന്റെ പേരെന്ന് 2 പേരുണ്ട്, ആ പേരെ അതിനെ വിളിക്കത്തുള്ളൂ. അതാണ് അതിന്റെ യഥാർത്ഥ പേര്. ഉണ്ണിമായോ അല്ല സാന്ദ്രതയോ ഒന്നും അല്ല അവിടെ പേര്. ഇങ്ങനെയാണ് അവര് വിളിക്കുന്നത്. അങ്ങനെ ഈ ജഗത പറയുവാന്നേലും അങ്ങനെ നമ്മളോട് അന്നേലും പറയുന്നതാന്നേലും അങ്ങനെ പറയത്തുള്ളൂ. അന്നൊരു കാണാതെ പോയി അന്ന് രാവിലെ വീട്ടിൽ വന്ന് വെള്ളം കോരിക്കൊണ്ട് അന്ന് രാവിലെ ഞങ്ങൾ കണ്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇവിടെ സംഘത്തിന് പോകാനായിട്ട് ഞാൻ ഈ വാതിലിരുന്ന് ചോറുണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇവള് വെള്ളം കോരിക്കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് ചോദിച്ചു, ചോറുണ്ണു വന്നോ ശ്യാമളാമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശപ്പില്ലേ, എന്തേലും കഴിക്കണ്ടായോ എന്ന് പറഞ്ഞു. എന്നാ എന്തുവേലും ഭാര്യ കഴിക്കെന്ന് പറഞ്ഞു. ഇവള് വെള്ളവും എടുത്തോണ്ട് ഇപ്പൊ മുഖത്തൊന്നും വലിയ പ്രസാദമൊന്നുമില്ല, അങ്ങ് ഇരുണ്ട് മൂടി ഇരിക്കുന്നു. അന്ന് ഇതിന്റെ ബാക്കി അവളൊന്നും പറഞ്ഞില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനും പറ്റിയില്ല. അല്ലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, തമാശയിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഇവൾ ആ വെള്ളം കോരിക്കൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. അന്നൊരു 6 മണിയൊക്കെ ആയി. വിളക്ക് കത്തിക്കാനെ കൊണ്ട് ഇതുപോലെ ഞാൻ വിളക്കും തേച്ചുകൊണ്ട് വരുമ്പോഴാണ് പറയുന്നത് ഉണ്ണിമായെ കണ്ടില്ല. ഞാൻ വിളക്ക് ആ പടിയെ തന്നെ വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ ദുഃഖമുണ്ട്, മുഖത്ത് നല്ല ദുഃഖമുണ്ട്. അങ്ങ് എന്തോ അന്ന് തിരിച്ചൊന്നും ഞാൻ ചോദിക്കാനും പറ്റിയില്ല. അവൾ എന്നോട് ഒട്ട് പറഞ്ഞില്ല. ഇത്രയും ഞങ്ങൾ സംസാരിച്ചു. ചോറുണ്ണുവാന്നോ? ഞാൻ പറഞ്ഞു ആ ചോറുണ്ണുവാ, സംഘത്തിന് പോകണം, എന്തുവരും ബൈക്ക് കഴിക്കണ്ടായോ എന്നും പറഞ്ഞു. എന്തുവരും ബൈക്ക് കഴിക്കുക ശ്യാമളയമ്മേന്നും പറഞ്ഞു. ഇവള് വെള്ളം കുരിക്കേണ്ട മുഖത്തങ്ങ് വലിയ ദുഃഖാവസ്ഥയെ. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ചപ്പാത്തി കഴിച്ചു. അന്നും പറഞ്ഞു ചൂട് വെള്ളം കുരിക്കണം അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴാ ഒരു 6 മണിയൊക്കെ ആകുമ്പോ അറിയുന്നു ഇതുപോലെ ഉണ്ണിമായെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ജഗത എവിടെ വന്ന് എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു അയ്യോ കണ്ടില്ല, 2:30 ആയപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കുറെ നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ എവിടെയൊക്കെ പോയി നോക്കും എടുക്കും, ഇപ്പൊ ഇരുട്ടത്ത് എവിടെ പോയി നോക്കാം അങ്ങനെ പറഞ്ഞാണ്. ഞാൻ ഈ വിളക്ക് അവിടെ തന്നെ വെച്ചു ഞാൻ ഈ വിഷയം കൂടെ എല്ലാം റബ്ബറിനകത്തെല്ലാം വാഴക്കൂട്ടമൊക്കെ റബ്ബറിനകത്തെല്ലാം ഞങ്ങൾ പോയി വിളിക്കുക, ഉണ്ണിമായെ 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 എന്ന് വിളിക്കുക. ഉണ്ടെങ്കിൽ വിളിയെങ്കിലും കേൾക്കട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ എല്ലാം തിരക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോ അവരെല്ലാം കൂടെ നിന്ന് സംസാരിക്കുക, പെണ്ണ എങ്ങോട്ട് പോയാ അങ്ങനെ പോയാ ഇങ്ങനെ പോയാന്നൊക്കെ ഇവര് സംസാരിക്കുക. അങ്ങനെ നിന്ന് ഞങ്ങൾ പിന്നെ പഴയ വീടും കിണറും ഒക്കെ നോക്കി. അതെല്ലാം നോക്കി കഴിഞ്ഞ് ഇരുട്ടത്ത് ഞങ്ങൾ 2-3 പേരല്ല പുള്ളിയുടെ വീട്ട് വന്ന് നിന്നപ്പോ ഈ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞ ആ ചെറുക്കന് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എന്റെ ഭർത്താവും ഇവിടെ താനിലും നമുക്കൊന്ന് ഒന്നോടൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അന്നേരം ആ ചെറുക്കൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഒന്നോടങ്ങ് നോക്കാം. അപ്പം നോക്കണമെന്നുള്ള ഒരു പ്രീതി തോന്നുന്നില്ല, അവർക്ക് താല്പര്യം തോന്നിയില്ല. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ചെന്ന് നിന്നപ്പോ ഇവര് ഞങ്ങളെ കുത്തിയാ ഓരോന്ന് സംസാരിക്കുന്നു. ഇപ്പൊ നാട്ടുകാരെല്ലാം ഇളകിയല്ലോ, അങ്ങനെ ഇളകിയല്ലോ, അമ്മയും മോളും ചാടിച്ചു വിട്ടാ അല്ലെ ജോലി ചെയ്യിച്ചു മടുത്തു പോയ അവക്ക്. അന്നേരം തള്ള പറയാം അവക്ക് ഇവിടെ എന്തുവാ ജോലി, അവക്ക് നേരം വെളുത്തുമണി അരിയിട്ട് പുഴുങ്ങണം തിന്നണം ഇരിക്കണം, അല്ലാതെ ഇവക്ക് എന്തുവാ ജോലി ഇവക്ക്. എന്നിട്ട് നാട്ടുകാർ പറയുന്നതും അവള് മൊത്തവും ജോലി അവലാ ചെയ്യുന്നത്. ഞങ്ങള് കണ്ടോണ്ടല്ലേ ഇരിക്കുന്ന അവള് ജോലി ചെയ്യുന്നതും എടുക്കുന്നതും അല്ല. ചുരുക്കി പറഞ്ഞ ആ ജ്യേഷ്ഠന്റെ അടിവസ്ത്രം വരെ അവളാണ് കഴുകി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ വഴക്ക് പറയും കൊച്ചേ ഇത് നീ കഴുകരുത്, ഇത് നീ മാറ്റിയിട്ടിട്ട് നീ മറ്റുള്ള തുണി കഴുകുക, ഇത് നീ കഴുകരുത്. അന്നേരം പറഞ്ഞ് ഇത് കഴുകിയില്ലെങ്കിൽ എനിക്ക് അന്ന് അടിയാണെന്ന്.
ഇത് കഴുകിയില്ലെങ്കിൽ അപ്പം വേർതിരിച്ചിട്ടിട്ട് വന്നെന്നും പറഞ്ഞ കഴുകിയില്ല അന്നടിയ അന്ന് ജഗതി അവിടെ നിന്നോണ്ട് പറഞ്ഞു ഇവക്ക് ഞാൻ ശരിക്കും ഞാൻ 2 കൊടുത്തായിരുന്നു. ഇനി 2-നോ 3-നോ അതിന്റെ 3-നാണോ 4-നാണോ ജഗതി അടിച്ചു. അതും പിന്നെ ജഗത് തന്നെയാ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇവക്ക് ഞാൻ 2-3 കൊടുത്തു. പെണ്ണൊരു അഹങ്കാരി പെണ്ണാ, പറഞ്ഞേ കേൾക്കത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ജയന്തി ചേച്ചി പറയുന്നുണ്ട്. ഷാൻചേട്ടനെ കൊണ്ട് സംശയം ഉണ്ട് എന്ന് ജയന്തി പറയുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഓ ചുമ്മാതായിരിക്കും കൊച്ചെ, അല്ല ഉണ്ണിമായ തട്ടിക്കൊണ്ട് പോകുന്നു ഇവള് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്രയും ചെയ്യും അല്ല ഇങ്ങനെ വരുമെന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇവിടെ എന്നിട്ടും പറഞ്ഞു ഞാൻ ചാവത്തില്ല ശ്യാമളയമ്മ, ഒരിക്കലും ഞാൻ ചാവത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാവത്തില്ല, ഒന്നേ ഞാൻ ആരുടെയും കൂടെ പോയി ജീവിക്കത്തേ ഉള്ളൂ, ഞാൻ ചാവത്തില്ല എന്ന് ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വേണം, നീ ചാവരുത്, നിനക്ക് എന്തായാലും ഒരു ജീവിതമുണ്ട്, നീ ആരുടെയും കൂടെ നീ സുഖമായിട്ട് നീ ജീവിക്കുക, അത് നിനക്ക് പ്രായമായിട്ട് നീ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നോട് ഇവിടെ ഞാൻ ചാവത്തില്ല ചാവേണ്ട സമയങ്ങളെല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞു. ചന്ദ്രകൃഷ്ണന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ? ഇതിന്റെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.